നമസ്കാരം. വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. നമ്മുടെ ബൈബിളിൽ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ എടുത്തു പറയുന്നൊരു വേദഭാഗമാണ് യോഹന്നാൻ 1:1. ഇവിടെ വചനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം വചനമാകുന്നു എന്നൊരു അർത്ഥമാണ് ഈ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നും വചനം തന്നെയാണ് ദൈവം എന്നൊരു അർത്ഥമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ബൈബിളിൽ നോക്കിയാൽ ഓരോ വചനങ്ങളെടുത്താൽ അവയെല്ലാം വളരെയധികം വ്യത്യസ്തമാണ്. അവയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുമുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എടുത്താൽ ഉൽപ്പത്തിയിൽ എങ്ങനെയാണ് ഭൂമിയിൽ ഓരോ 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഭൂമി ഉണ്ടാക്കിയതെന്നും, പിന്നെ എങ്ങനെയാണ് ആദാം മുതൽ ഹൗവ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുമ്പോൾ വെളിപ്പാട്ടിലേക്ക് വരുമ്പോൾ ഇനി വരുവാനുള്ള ലോകത്ത് എന്താണ് സംഭവിക്കാനുള്ളത് അവയൊക്കെയും ഒരു ദർശനത്താൽ ലഭിച്ചതാണ് വെളിപ്പാടിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ബൈബിളിലെ ഓരോ വചനങ്ങളും നമുക്ക് ഒരുപാട് അറിവുകളും അതുപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മുടെ ജീവിതപാതയിൽ ഓരോ വചനങ്ങൾ ഉൾക്കൊണ്ടാൽ അവ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനകരമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ബൈബിളിലെ ഓരോ വചനത്തിലും പറഞ്ഞിരിക്കുന്നത്. ഓരോ വചനങ്ങളും നമുക്ക് എപ്പോഴും പ്രയോജനകരമാണ്. അവിടെ പുതിയ നിയമമെന്നോ പഴയ നിയമമെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാം നമുക്ക് ഏറ്റവും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വചനമാണ്. അപ്പോൾ നമുക്കിന്ന് വചനത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ഓരോരുത്തരും വചനം സ്വീകരിക്കേണ്ടതെന്നും വചനം സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സൂസൻ. സൂസൻ ആൻറ്റി, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മാവേലിക്കരയിൽ നിന്നാണല്ലേ? ഓക്കെ. ആൻറ്റി, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. തനിച്ചാണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാവീദ് ഇസ്രായേൽ ദേശത്തിലെ ആരെ കൂട്ടിവരുത്തുവാനാണ് കൽപ്പിച്ചത്? അന്യജാതിക്കാരെ. അതെ, ആൻസർ കറക്റ്റാണ്. അന്യജാതിക്കാരെ. ഓക്കെ. ആൻറ്റി, പാട്ട് പാടുമോ? അങ്ങനെ പാടത്തില്ല, എങ്കിലും ചെറുതായിട്ട് പാടുമല്ലേ? എന്തോ ചെറുതായിട്ട് പാടുമല്ലേ? ചെറുതായിട്ടല്ലേ പാടുന്നത്, ചെറുതായിട്ട് പാടുന്നില്ല. നമ്മള് സന്ധ്യ പ്രാർത്ഥനയ്ക്കൊക്കെ അങ്ങനെ പാടത്തില്ല, നമ്മള് പാട്ടില് അങ്ങനെ പാടത്തൊന്നുമില്ല. അപ്പോൾ ഒരു 4 വരി പാടാമോ? ആരാധിപ്പാൻ നമുക്ക് കാരണം, കുട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കുട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ നമ്മുടെ സ്തുതിക്കുന്നു. നന്നായിരുന്നു കേട്ടോ. നല്ല പാട്ടായിരുന്നു ആൻറ്റി, നന്നായിട്ട് പാടി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, ഇസ്രായേൽ ദേശത്തിലെ അന്യജാതിക്കാരെ കൂട്ടിവരുത്തി അവരിൽ നിന്ന് കല്ലു ചെത്തിയൊരുക്കുന്ന കൽപ്പണിക്കാരെ നിയമിച്ചത് എന്തിനായിരുന്നു? ആലയം പണിയുവാൻ, ദൈവത്തിന്റെ ആലയം പണിയുവാൻ. അതെ, ആൻസർ കറക്റ്റാണ്. ദൈവത്തിന്റെ ആലയം പണിയുവാൻ. ഓക്കെ. ഇനി ബൈബിളിൽ യേശുക്രിസ്തു ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് പറയാമോ? കാനായിലെ കല്യാണം.
കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതല്ലേ? ആക്കി. ആ ഒരു അത്ഭുത പ്രവൃത്തി ആൻറ്റിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ? ആ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമായിരുന്നു. ഉം, അതുപോലെ തന്നെ അവരെ കല്യാണത്തിന് യേശുവിനെ അവരെ ക്ഷണിച്ചിരുന്നു. യേശുവിനെ ക്ഷണിച്ചതുകൊണ്ടാണല്ലോ യേശു ആ വീട്ടിൽ ചെന്നതും ഉം. അവരെ ഇല്ലായ്മ. എന്തായാലും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ആ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് ആൻറ്റി സംസാരിച്ചത്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. മൂന്നാമത്തെ ചോദ്യം: പടിവാതിലുകളുടെ കതകുകൾക്ക് എന്തു പണിയുന്നതിനാണ് ഇരുമ്പും താമ്രവും തൂക്കിക്കൊടുത്തത്? ആണുങ്ങൾക്കും കൊളുത്തുകൾക്കും. അതെ, കറക്റ്റാണ്. ആണികൾ, കൊളുത്തുകൾ. കറക്റ്റാണ്. ഇനി ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനം കൂടി പറയാമോ? ഞാൻ സാക്ഷാൽ മുന്തിരികളിൽ നിന്ന് പിതാവ് പുറപ്പെട്ടാൽ വേണ്ടി കഴിക്കാത്ത ചെണ്ടുകളൊക്കെയും ചുറ്റിക്കളഞ്ഞു നല്ല ഫലം കായ്ക്കേണ്ടതിനായി ചെത്തി വെടുപ്പാക്കുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. അവസാന ചോദ്യം: അനവധി ദേവദാരു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരായിരുന്നു? സീദോന്യരും സോര്യരും. അതെ, ആൻസർ കറക്റ്റാണ്. സീദോന്യരും സോര്യരും. ഓക്കെ ആൻറ്റി, 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ മാവേലിക്കരയിൽ നിന്നും സൂസൻ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ട് പാടി. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് വചനത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ ആ ദേവാലയത്തിൽ പോകുമ്പോഴായാലും അല്ലാതെയൊക്കെ ഒരുപാട് ദൈവവചനം കേൾക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും വചനം ഒരുപാട് ഒന്നുമില്ലെങ്കിലും എല്ലാ ദിവസവും വീട്ടിലെ പ്രാർത്ഥനയ്ക്കെങ്കിലും വചനം വായിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവവചനം വായിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓരോരുത്തരും വചനം എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടതെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അത് ബൈബിളിൽ ഒരു ഉപമ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ഓരോരുത്തരും വചനം ഗ്രഹിക്കേണ്ടതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഇന്ന് സംസാരിക്കാം. ഒരിക്കൽ ഒരു കർഷകൻ കുറച്ച് വിത്ത് വിതയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. അയാൾ വിത്ത് വിതയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഈ വിത്ത് നിരവധി സ്ഥലങ്ങളിൽ വിതച്ചിരുന്നു. ഈ വിതയ്ക്കുന്ന വിത്തുകളൊക്കെയും എങ്ങനെയാണ് വളർന്നു വരുന്നത്, ആ വിത്തുകൾ കൊണ്ട് ഈ കർഷകന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇയാൾ ഈ വിത്തുകൾ കൊണ്ടുപോയതിന് ശേഷം കുറച്ച് വിത്തുകൾ വഴിയരികിലാണ് വീണത്. വഴിയരികിൽ കുറച്ച് വിത്തുകൾ വീണു. അതിനുശേഷം കുറച്ച് വിത്തുകൾ പാറപ്പുറത്ത് പാകി. അതുപോലെ തന്നെയാണ് കുറച്ച് വിത്തുകൾ വീണത് മുള്ളിനടിയിലാണ്. പിന്നെ കുറച്ചധികം വിത്തുകൾ നല്ല നിലത്തും പാകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെയും വിത്ത് വിതച്ചപ്പോൾ അവയൊക്കെയും വളർന്നു വന്നുവോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യം കുറച്ച് വിത്ത് വിതച്ചത് വഴിയരികിലായിരുന്നു. വഴിയരികിൽ വിതച്ച വിത്തുകളൊക്കെയും പക്ഷികളും പറവകളും വന്ന് അവ കൊത്തിയെടുത്തുകൊണ്ട് പോയി. കാരണം വഴിയരികിൽ കിടക്കുന്നതാണ്, അവയ്ക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി അവ കൊത്തിയെടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെയാണ് പാറപ്പുറത്ത് കുറച്ച് വിത്ത് വീണു. പക്ഷേ ആ വിത്തുകളൊക്കെയും പാറപ്പുറത്തായതുകൊണ്ട് തന്നെ കുറച്ച് വളർന്നു വന്നപ്പോൾ തന്നെ അധികം മണ്ണ് ഉള്ളിലോട്ടില്ലാത്തത് കൊണ്ട് അവയൊക്കെയും നശിച്ചുപോയി. വളർന്നു വന്ന ആ ഓരോ ചെടികളും നശിച്ചുപോയി. പിന്നെ കുറച്ച് വിത്തുകൾ വീണതാകട്ടെ മുള്ളിനിടയിലാണ്. മുള്ളിനിടയിൽ വീണ വിത്ത് ആ ചെടികൾ ഒന്ന് വളർന്നു വന്നപ്പോൾ തന്നെ ഒരുപാട് മുൾച്ചെടികളായതുകൊണ്ട് അവയൊക്കെയും നശിച്ചുപോയി. ഒടുവിൽ നല്ല നിലത്ത് വിത്തുകൾ വീണു. ഈ നല്ല നിലത്ത് വീണ വിത്തുകളാവട്ടെ അവയ്ക്കെയും നല്ലതുപോലെ വളർന്നു. ചെടികൾ വളർന്നു, നെല്ലായി, ഒരുപാട് ഫലപുഷ്ടി ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ നല്ല നിലത്ത് വീണ വിത്തുകൾ മാത്രമാണ് ഈ കർഷകന് പ്രയോജനകരമായി തീർന്നത്. അപ്പോൾ ഇനി നമ്മൾ വചനം വായിക്കുമ്പോൾ വചനം എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടതെന്ന് ചിന്തിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് രണ്ടാമതൊരു കോൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ബിയൂല ചേച്ചി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നെയ്യാറ്റിൻകര അല്ലേ? വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഹസ്ബൻഡും മക്കളും. മക്കൾ എന്ത് ചെയ്യുന്നു?
മക്കളെ മൂത്തയാള് നേഴ്സിംഗിന്, രണ്ടാമത്തെ ആള് +1. +1 അല്ലേ? ഓക്കെ. അതെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോവാം. വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദൈവത്തോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് അവിടെ ചൊല്ലുവാൻ ദാവീദിന് കഴിഞ്ഞില്ല, എന്തുകൊണ്ട്? യഹോവയുടെ ദൂതന്റെ വാളിനെ ഭയപ്പെട്ടതുകൊണ്ട്. അതെ, ആൻസർ കറക്റ്റാണ്. യഹോവയുടെ ദൂതന്റെ വാളിനെ ഭയപ്പെട്ടതുകൊണ്ട്. ഓക്കെ, ചേച്ചി പാട്ട് പാടുമോ? ഇല്ല. ഓക്കെ. സൗണ്ട് ക്ലിയർ അല്ല. ഓക്കെ ചേച്ചി, ഓക്കെ. അപ്പോൾ ചേച്ചിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഹന്നയാണ്. ഹന്നയാണല്ലേ? എന്തുകൊണ്ടാ ഹന്നയെ ഇഷ്ടം? ഹന്നെ അവളുടെ ഭർത്താവ് വളരെയധികം സ്നേഹിച്ചിരുന്നു. ആ വീട്ടിൽ നിന്ന് പെനീന്നയുടെ കുത്തുവാക്കുകൾ അവൾക്ക് കേൾക്കേണ്ടി വന്നു, മക്കളില്ലാത്തത് കൊണ്ട്. പക്ഷെ അതൊന്നും അവള് കണക്കിലെടുത്തില്ല. അവള് ദൈവത്തിന്റെ സങ്കടം ദൈവത്തോട് അറിയിച്ചു. അവിടെയും പ്രതികൂല സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിലും ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതിന്റെ മറുപടിയായിട്ട് സമൂഹങ്ങളുടെ ദൈവം കൊടുത്തു. ദൈവത്തോടുള്ള ആ വാക്ക് പാലിക്കുകയും ചെയ്തു. വാക്ക് പാലിച്ചു ഹന്ന. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണല്ലേ ഹന്നെ ഇഷ്ടം? അതെ അതെ. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഓർന്നാന്റെ മെതിക്കളം ദാവീദ് വാങ്ങുമ്പോൾ യഹോവയുടെ തിരുനിവാസം എവിടെയായിരുന്നു? ഗിബെയോനിലെ പൂജാഗിരിയിൽ. അതേ, ആൻസർ കറക്റ്റാണ്. ഗിബെയോനിലെ പൂജാഗിരിയിൽ. ഓക്കെ. ഇനി യേശുക്രിസ്തു ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് പറയാമോ? പറയാം. യേശു ചെയ്തതില് ഏറ്റവും ഇഷ്ടം ലാസറിനെ ഉയർപ്പിച്ചതാണ്. ലാസറിനെ ഉയർപ്പിച്ചതാണല്ലേ? അതെ അതെ. എന്തുകൊണ്ടാണ് ആ ഒരു അത്ഭുത പ്രവൃത്തി ഇഷ്ടപ്പെടാനുള്ള കാര്യം? കാരണം മാർത്തയും മറിയയും ലാസറുമായ കുടുംബത്തിന് ഈ സഹോദരിമാരുടെ ഏകാശ്രയമായിരുന്നു ലാസർ. സഹോദരൻ മരിച്ചു, വളരെ ദുഃഖത്തിലായിരുന്നു. പക്ഷെ യേശു ആ ഭവനത്തിൽ പോയി ലാസറിനെ മടക്കി അവർക്ക് നൽകി. അപ്പോൾ അതൊക്കെ കൊണ്ടാണല്ലേ ആ ഒരു അത്ഭുത പ്രവൃത്തി ഇഷ്ടം? അതെ അതെ. ഓക്കെ. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ദാവീദ് യാഗം അർപ്പിച്ച ഓർന്നാന്റെ മെതിക്കളത്തെ ദാവീദ് എന്തായിട്ടാണ് കണ്ടത്? യഹോവയായ ദൈവത്തിന്റെ ആലയം. അതെ, ആൻസർ കറക്റ്റാണ്. യഹോവയായ ദൈവത്തിന്റെ ആലയം. ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ? പറയാം. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നത് നല്ലത്. നല്ലൊരു വചനമാണ്. നമ്മൾ എപ്പോഴും യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത് എന്നാണ് ഈ ഒരു വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവസാന ചോദ്യം, ഓർന്നാന്റെ മെതിക്കളം ഭാവിയിൽ എന്തിനായിട്ട് ഉപയോഗിക്കാം എന്ന തീരുമാനമാണ് ദാവീദ് എടുത്തത്? ഇസ്രായേലിന് ഹോമയാഗത്തിനുള്ള യാഗപീഠമാണ്. അതെ, ആൻസർ കറക്റ്റാണ്. ഇസ്രായേലിന് ഹോമയാഗത്തിനുള്ള യാഗപീഠമായി. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും ബ്യൂല ചേച്ചിനെ വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു, ഒരു വചനം പറഞ്ഞു, ലാസറിനെ ഉയർപ്പിച്ചതിനെ കുറിച്ച് സംസാരിച്ചു, ഹന്നയെക്കുറിച്ച് സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ കർഷകൻ വിത്ത് വിതച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ കർഷകൻ വിത്ത് വിതച്ചു, വഴിയരികിൽ വിതച്ചു, അതുപോലെ തന്നെയാണ് പാറപ്പുറത്ത് വിതച്ചു, ഒരു മുൾച്ചെടികളുടെ ഇടയിൽ വിതച്ചു, അതുപോലെ നല്ല നിലത്തും ഒടുവിൽ വിതച്ചു. ഇതിൽ കർഷകൻ ഏറ്റവും പ്രയോജനകരമായത് ആ നല്ല നിലത്ത് വീണ വിത്തുകൾ മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വചനം വായിക്കുന്നത്. ചിലർ വചനം വായിക്കും, പക്ഷേ അതൊരിക്കലും പ്രയോജനപ്പെടാറില്ല. കാരണം അയാൾ വെറുതെ വായിച്ചു പോവുകയാണ്, ചെറുതായിട്ട് പോലും ഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പറവകൾ കൊത്തിക്കൊണ്ട് പോകുന്ന വിത്തിനെ പോലെയാണ് ചിലർ
വചനങ്ങൾ വായിക്കുന്നത്. കാരണം അത് വെറുതെ വായിച്ചു വിടുന്നു എന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ മറ്റു ചിലർ വചനം വായിക്കാറുണ്ട്, അത് ആ പാറപ്പുറത്ത് വീണതുപോലെയാണ്. ആദ്യത്തെ കുറച്ച് നാളുകൾ ദൈവത്തിൽ ഭയങ്കര വിശ്വാസമായിരിക്കും, വചനങ്ങൾ അനുസരിക്കും. പക്ഷേ നല്ലതുപോലെ വചനം ഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് നാൾ മാത്രമേ നിൽക്കാറുള്ളൂ. പിന്നെ ആ ദൈവവുമായിട്ടോ യാതൊരുവിധ ബന്ധവും കാണില്ല. അങ്ങനെയാണ് ചിലരുടെ ജീവിതം. മറ്റു ചിലർ ഉണ്ട്, അത് ഈ മുള്ളിനരികിൽ വീണതുപോലെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വചനം വായിച്ച് എടുക്കുവാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ എത്രയൊക്കെ ആയാലും അവരുടെ ജീവിതത്തിലെ ചില പിന്മാറ്റം അല്ലെങ്കിൽ മറ്റൊരു പാപത്തിനൊരു സ്വഭാവം എന്തെങ്കിലും വന്നാൽ അതിലോട്ട് അകപ്പെട്ടു പോകും. അപ്പോൾ അവർ വചനം ഗ്രഹിക്കുന്നതും അത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടാക്കുകയില്ല. ഈ നല്ല നിലത്ത് വീണ വിത്ത് പോലെയാണ് മറ്റ് ഒരുപാട് പേർ വചനം വായിക്കുന്നത്. അവരെപ്പോഴും വായിക്കുന്ന ഓരോ വചനങ്ങളും തൻ്റെ ജീവിതത്തിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പ്രയോജനപ്പെടണം. ദൈവത്തിൻ്റെ വചനങ്ങളാണ്, വചനങ്ങൾ എപ്പോഴും ഗ്രഹിച്ചാൽ അത് നല്ലതായിരിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി ആലയത്തിൽ പോകുമ്പോൾ കേൾക്കുന്ന വചനമായാലും അല്ലാതെ വായിക്കുന്ന ഓരോ വചനങ്ങളായാലും അതൊക്കെയും 100% ഗ്രഹിക്കുവാനും അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനം അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും വചനം വായിക്കുമ്പോൾ ആ നല്ല നിലത്ത് വീണ വിത്തിനെ പോലെ ഓരോ വചനങ്ങളും നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ച് ആ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ആ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരും. അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ ആ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് വരുവാനുള്ള ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെയുള്ള ഓരോ വചനങ്ങളും വായിച്ച് മുൻപോട്ട് പോയാൽ ദൈവത്തിന് ഒരുപാട് സന്തോഷമാവും, നമുക്കും സന്തോഷമാവും, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. അപ്പോൾ നമ്മുടെ ഓരോരുത്തരും വചനം വായിച്ചാലും ദേവാലയത്തിൽ പോയാലും കേൾക്കുന്ന ഓരോ വചനങ്ങളും ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളണം. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലതായി തീരും. നമുക്കിനി അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മണി ജോസഫ് എന്നാണ്. മണി ജോസഫ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കോന്നിയിൽ നിന്നാണല്ലേ. ആൻറ്റി വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടില് ഹസ്ബൻഡുണ്ട്, എന്റെ മോന്റെ വൈഫും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. മോന്റെ വൈഫും കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ? ഓക്കെ. ഉണ്ട്. കുഞ്ഞുങ്ങളുടെ പേരെന്താണ്? ഒന്ന് ജോനായും ഒന്ന് ഇമ്മാനുവേലും. ഇമ്മാനുവേലും ജോനായും. എത്ര വയസ്സായി രണ്ടുപേർക്കും? ഒരാൾക്ക് 13 വയസ്സ്, ഒരാൾക്ക് 7 വയസ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പാട്ട് പാടട്ടോ ആന്റി? ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം പാട്ട് പാടാം കേട്ടോ. ആന്റി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാവീദിനു ജനിക്കുന്ന മകൻ എങ്ങനെയുള്ളവനാണ്? അവൻ വിശ്രമപുരുഷനായിരിക്കും. അതായത് ചുറ്റുമുള്ള അവന്റെ സകല ശത്രുക്കളെ നീക്കി അവന് വിശ്രാമം കൊടുക്കും. അവന്റെ പേര് ശലോമോൻ എന്നായിരിക്കും അല്ലേ? ഓക്കെ, അതായത് സമാധാന പുരുഷൻ അല്ലേ? ഇനി മോന് പാട്ട് പാടാൻ പറഞ്ഞോളൂ. നമ്മളെ പാട്ട് പാടിക്കും. ഹലോ, പേരെന്താ? ജോന. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th-ലാണല്ലേ? അപ്പോൾ ഒരു പാട്ട് പാടിക്കോളൂ ഇനി. നീയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോ. നന്ദിയല്ലാതൊന്നും ചൊല്ലാനില്ലേ, നല്ല നാഥനെന്നിൽ ചെയ്ത നന്മകളോ. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, നന്നവൻ തന്നതാണി സർവനന്മയും. ഒന്നുമില്ലാതല്ലോ ഏവരും വന്നത്, പിന്നവൻ തന്നതാണി സർവനന്മയും.
എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാൽ പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. എത്ര എത്ര വർണ്ണിച്ചാലും എത്ര നാൾ സ്തുതിച്ചെന്നാൽ പകരമാവില്ലേ വൻ കൃപകൾ ഓർക്കുമ്പോൾ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ. ആ ഓക്കെ. ഹലോ 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 ആൻറ്റി, നീ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? ആ നല്ല പാട്ടായിരുന്നു കേട്ടോ. ആ ഓക്കെ. ഓക്കെ, നമുക്ക് ഞങ്ങളുടെ പള്ളിക്കോയറിലൊക്കെ ഉണ്ട്. കൊയറിലുണ്ടല്ലേ. ഓക്കെ, ആ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. രണ്ടാമത്തെ ചോദ്യം: ഞാൻ ചുറ്റുമുള്ള അവൻ്റെ സകല ശത്രുക്കളെയും നീക്കിക്കളഞ്ഞ് അവന് വിശ്രമം കൊടുക്കും. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ശലോമോനെ കുറിച്ച്. അതെ, ആൻസർ കറക്റ്റാണ്. ദൈവം ശലോമോനെ പറ്റി. ഓക്കെ, ഇനി ആൻറ്റിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? ഇഷ്ടപ്പെട്ട കഥാപാത്രം? അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുരിശിലെ കള്ളനെ ഇഷ്ടമാണ്. ക്രൂശിലെ കള്ളനല്ലേ? എന്തുകൊണ്ടാണ് ക്രൂശിലെ കള്ളൻ? മറ്റെല്ലാവരും ബൈബിളിലുള്ളവരെല്ലാവരും കർത്താവിന്റെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും എല്ലാം കണ്ട് അപ്പം തിന്ന് ഇന്നവരാണ് എല്ലാം. അവസാനം നിമിഷം കൂടെ നിന്ന് പത്രോസ് വരെയും തള്ളി പറഞ്ഞു. എന്നാലും കാൽവറി ക്രൂശിൽ വെച്ച് ആ കള്ളൻ കർത്താവിനെ ഒരു അത്ഭുതവും കാണാതെ ക്രൂശിൽ പെടഞ്ഞുകൊണ്ടിരുന്ന കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനും പർദീസയിൽ പോകുവാനും ഇട കൊടുത്തു. അതെ. അപ്പൊ അവസാന നിമിഷം വരെയും എങ്ങനെ പോയാലും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാല് അവന് തീർച്ചയായിട്ടും നിത്യജീവൻ അവകാശിയാണ്. അതുകൊണ്ട് ആ കള്ളനോട് എനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, അദ്ദേഹം ആരും പറയാത്ത ഒരു കഥാപാത്രമാണ് ആൻറ്റി പറഞ്ഞത്. വളരെയധികം വിശദമായിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു കഥാപാത്രത്തിന് ഇഷ്ടം, അതിനുള്ള കാരണമൊക്കെ ആൻറ്റി വിശദമായിട്ട് തന്നെ പറഞ്ഞു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം: ആരുടെ കാലത്താണ് ദൈവം ഇസ്രായേലിന് സമാധാനവും സ്വസ്ഥതയും നൽകിയത്? ശലോമോന്റെ കാലത്ത്. അതെ, കറക്റ്റാണ്, ശലോമോന്റെ കാലത്ത്. ഇനി ബൈബിളിലെ ഒരു വചനം പറയാമോ? പറയാം. എന്നാൽ ഞാൻ പടക്കൂട്ടിന് നേരെ പാഞ്ഞു എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു രാജാവെന്ന നിലയിൽ എന്തു വാഗ്ദാനമാണ് ദൈവം ശലോമോന് നൽകിയത്? അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും, അവൻ എനിക്ക് മകനായും ഞാൻ അവൻ അപ്പനായും ഇരിക്കും. ഇസ്രായേലിന്റെ അവന്റെ രാജസ്ഥാനം ഞാൻ എന്നേക്കും നിലനിൽക്കുമാറാക്കും. അതെ അതെ, ആൻസർ കറക്റ്റാണ്. ഇസ്രായേൽ അവന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. കറക്റ്റാണ് കേട്ടോ. ഓക്കെ ആൻറ്റി, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഗോഡ് ബ്ലെസ് യു. ഇപ്പോൾ മണി ജോസഫ് ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു വചനം പറഞ്ഞു, ക്രൂശിലെ കള്ളനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ ആൻറ്റിയുടെ ചെറുമകൾ ഒരു പാട്ടുപാടി, നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ വചനം എങ്ങനെ സംഗ്രഹിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ വചനം കേൾക്കാറുണ്ട്, അതുപോലെ തന്നെയാണ് വചനം വായിക്കാറുണ്ട്. ഈ അവസരങ്ങളിലൊക്കെയും ഒരു പൂർണ്ണമായി നമ്മുടെ ഹൃദയം കൊടുത്ത്, അതുപോലെ തന്നെയാണ് ഓരോ വചനത്തെയും പൂർണ്ണമായി സംഗ്രഹിച്ച് അവയൊക്കെയും മനസ്സിൽ വീണ്ടും ഓർത്തു വയ്ക്കുന്ന രീതിയിൽ വചനം വായിക്കണം. എന്നാൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ. ഡയലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.